നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ഒക്ടോബർ 26 ഞായർ ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠാ ദിനമായി സഭ ആചരിക്കും. കുടുംബം നിർവ്യാജ സ്നേഹത്തിന്റെ ഇടം എന്നതാണ് ചിന്താവിഷയം. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുൻപോട്ട് പോകുമ്പോൾ കുടുംബം ഭൂമിയിലെ സ്വർഗമായി മാറുമെന്ന് മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഇടവകകൾക്കയച്ച സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടുതൽ ദൃഢമാകണം. സ്നേഹം കാരുണ്യപൂർവമായ പ്രവൃത്തികളിലും പരിഗണനയിലും അധിഷ്ഠിതമാണെന്ന കാര്യം വിസ്മരിക്കരുതെന്നും മെത്രാപ്പൊലിത്ത ഉദ്ബോധിപ്പിച്ചു. അണുകുടുംബങ്ങളുടെ കാലത്ത് വയോജനങ്ങൾ വലിയ ബാധ്യതയാകുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്ന സെന്റ് ജോസഫ് ഓർത്തഡോക്സ് സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലിത്ത. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വയോജനങ്ങൾ ഇത്രമേൽ അരക്ഷിതരായിരുന്നില്ല. മുതിർന്നവരുടെ ജ്ഞാനവും അചഞ്ചലമായ വിശ്വാസവും തലമുറകൾക്ക് പ്രചോദനമാകണമെന്നും മെത്രാപ്പൊലിത്ത പറഞ്ഞു. വാർദ്ധക്യത്തെ ഏറെ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുന്നതിനായിട്ട് നമുക്ക് കഴിയണം. മുതിർന്ന പൗര സമൂഹത്തിനേക്കാളും ഒരനുഗ്രഹമാണ് എന്നത് അവരോട് പറയുന്നതായിട്ടുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഫെലോഷിപ്പ് പ്രസിഡന്റ് ഗീവർഗീസ് മാർ പക്കാമിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് ജേക്കബ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു പി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ശങ്കരപുരി ഗ്ലോബൽ എക്യുമെനിക്കൽ ഫോറത്തിന്റെ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത പുരസ്കാരം മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ വലിയ മെത്രാപ്പൊലിത്തയ്ക്ക് സമ്മാനിച്ചു. കോട്ടയം MT സെമിനാരിയിൽ ചേർന്ന സമ്മേളനത്തിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അവാർഡ് സമ്മാനിച്ചു. ഡോക്ടർ സിറിയക് തോമസിന്റെ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്റ്റേറ്റ് ലെവൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ നാക് ഗ്രേഡിംഗിൽ ഉയർന്ന മികവ് പുലർത്തിയതിന് മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് പെരുമ്പാവൂർ മാർത്തോമ കോളേജ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന എക്സലൻഷ്യ 2025 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവാർഡുകൾ വിതരണം ചെയ്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന മാർത്തോമ കോളേജിനു വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ ലത പി ചെറിയാൻ, ട്രഷറർ PK കുരുവിള, IQIC കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ സുധീർ, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, നാക് അഡ്വൈസർ ഡോക്ടർ ദേവന്ദർ കാവ്ഡെ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന ചരിത്രത്തിലെ അവിസ്മരണീയ അനുഭവമായി ജോർജിയയിൽ പഠിക്കുന്ന മാർത്തോമ വിദ്യാർത്ഥികളുടെ ആദ്യ സംഗമം സംഘടിപ്പിച്ചു. ജോർജിയൻ തലസ്ഥാനമായ ടിബലിസയിൽ കൂടിയ യോഗത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ ജോൺ മാത്യു C നേതൃത്വം നൽകി. ഒക്ടോബർ 26 മുതൽ എല്ലാ 4ാം ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 12-ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരാധന ക്രമീകരിക്കുന്നതിനും ഡിസംബറിൽ ക്രിസ്മസ് കരോൾ നടത്തുന്നതിനും തീരുമാനിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ആവശ്യമായ നേതൃത്വവും പ്രോത്സാഹനങ്ങളും നൽകുന്നു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘം നേതൃത്വത്തിൽ സൗജന്യ കമ്പ്യൂട്ടർ, തയ്യൽ, വാദ്യ ഉപകരണ പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പണിച്ചുമൂട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റവറൻ രാജീവ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് എബ്രഹാം, സാം വർഗീസ്, ജോജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. 22-ന് ബുധൻ രാവിലെ 9:30-ന് വിവിധ സെന്ററുകളിൽ ക്ലാസുകൾ ആരംഭിക്കും. പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ 18-ന് ശനി രാവിലെ 9:30-ന് മന്ദിരം ഭദ്രാസന ആസ്ഥാനത്ത് എത്തണമെന്ന് സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ അറിയിച്ചു. മാർത്തോമ യുവജന സഖ്യത്തിന്റെ 2025-27 പ്രവർത്തന വർഷത്തിലേക്കുള്ള ഔദ്യോഗിക ഭാരവാഹികൾ ചുമതലയിൽ പ്രവേശിച്ചു. വൈസ് പ്രസിഡന്റ് ലിജോ ജോർജ് വർഗീസ്, ജനറൽ സെക്രട്ടറി റവറൻ ബൈജു തോമസ്, ട്രഷറർ അനു P അലക്സ് എന്നിവർ സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിലാണ് ചുമതല ഏറ്റെടുത്തത്. സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, സീനിയർ വികാരി ജനറൽ റവറൻ മാത്യു ജോൺ, വൈസ് പ്രസിഡന്റ് ലിജോ ജോർജ് വർഗീസ്, ജനറൽ സെക്രട്ടറി റവറൻ ബൈജു തോമസ്, മുൻ ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, മുൻ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ എബ്രഹാം C പുളിന്തിട്ട, ട്രഷറർ CA ലിബിൻ മാത്യു, മുൻ സഭാ സെക്രട്ടറി റവറൻ ഉമ്മൻ ഫിലിപ്പ്, സഖ്യം അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ റവറൻ പ്രവിൻ ഐ വേങ്ങൽ, റവറൻ മിഥുൻ K ചാക്കോ, മറ്റു വൈദികർ, സഖ്യം സീനിയർ ഫ്രണ്ട്സ്, സഖ്യം ഓഫീസ് സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന വൈദിക സമ്മേളനം ഗോവ പില്ലർ പിൽഗ്രിം സെന്ററിൽ നടന്നു.
പാസ്റ്ററൽ മിനിസ്ട്രി ചാലഞ്ചസ് ആൻഡ് പോസിബിലിറ്റീസ് എന്ന വിഷയത്തിൽ 3 ദിവസങ്ങളിൽ പഠനങ്ങളും ചർച്ചകളും നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ തോമസ് കെ ജേക്കബ്, ട്രഷറർ VP സൈമൺ, ക്ലർജി സെക്രട്ടറി റവറൻ ജോർജ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. വെരി റവറൻ ജയൻ തോമസ് മുഖ്യ സന്ദേശം നൽകി. റവറൻ അലൻ ടി സാമുവേൽ, റവറൻ ജോൺ ടി ജോർജ്, റവറൻ ജിനോ എസ് ഫിലിപ്പ് എന്നിവർ ബൈബിൾ പഠനങ്ങൾക്കും റവറൻ ജോബിൻ ജോൺ, ഡോക്ടർ ജെയിംസ് തോമസ്, റവറൻ സജി ജോസഫ് എന്നിവർ മറ്റു വിഷയങ്ങൾക്കും നേതൃത്വം നൽകി. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളും മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ നേതൃത്വത്തിൽ പാലായിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത പങ്കെടുത്തു. സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ എക്യുമെനിക്കൽ കമ്മീഷനുകളുടെ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ അതിഥിയായിരുന്നു. ഭിന്നശേഷി പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണമെന്നും കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മാർത്തോമ വികസന സംഘം മുംബൈ സെന്റർ ഏകദിന സമ്മേളനം മലാഡ് ബദേൽ മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വീഡിയോ കോൺഫറൻസിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസന സംഘം മുംബൈ സെന്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും സമൂഹത്തിന് ഏറെ പ്രയോജനകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭദ്രാസന വികസന സംഘം വൈസ് പ്രസിഡന്റ് റവറൻ അലക്സി സാമുവേൽ അധ്യക്ഷത വഹിച്ചു. മാർത്തോമാ സഭ വികസന വിഭാഗം ജനറൽ സെക്രട്ടറി റവറൻ ഷിബു ഷാമുവേൽ സുസ്ഥിര വികസനം പ്രാദേശിക തലങ്ങളിൽ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റർ വികസന സംഘം ആരംഭിക്കുന്ന നവദർശൻ SOS നെറ്റ്വർക്ക് എന്ന പദ്ധതിയുടെ രൂപരേഖ സെക്രട്ടറി സാബു C. ഏബ്രഹാം അവതരിപ്പിച്ചു. പ്രാപ്തമാക്കുക, സജ്ജമാക്കുക, ശാക്തീകരിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ മുംബൈയിലെ മാർത്തോമാ സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഒരു SOS നെറ്റ്വർക്കിലൂടെ വിവിധ സേവനങ്ങൾ നൽകുകയാണ് പദ്ധതി. മെഡിക്കൽ, വിദ്യാഭ്യാസ, നിയമ, സാമൂഹിക മേഖലകളിൽ വിദഗ്ധരായ റിസോഴ്സ് പേഴ്സൺമാരുടെ പാനൽ SOS നെറ്റ്വർക്ക് വഴി സൃഷ്ടിക്കും. വികസന സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഷിബു ഷാമുവേൽ, MCVS പ്രസിഡന്റ് റവറൻ അലക്സി സാമുവേൽ, മാർത്തോമ യുവജന സഖ്യം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ അലൻ ടി സാമുവേൽ എന്നിവർ ചേർന്ന് പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. റവറൻ പ്രസാദ് മാത്യു, റവറൻ ബിനു എബി, വികസന വകുപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം റീന സാബു, ട്രഷറർ ജെസി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തെള്ളിയൂർ MCRD നവജ്യോതി സ്കൂളിന്റെ ഫൗണ്ടേഴ്സ് ഡേ എവറോളിംഗ് ട്രോഫിക്കായുള്ള പത്തനംതിട്ട ജില്ലാതല അത്ലറ്റിക് മീറ്റ് MCRD സ്റ്റേഡിയത്തിൽ നടന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള റീജിയണൽ ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ ഫ്ളാഗ് ഓഫ് ചെയ്തു. സോഷ്യൽ ജസ്റ്റിസ് സീനിയർ സൂപ്രണ്ടന്റ് ശിവദാസ്, MCRD സെക്രട്ടറി ഡോക്ടർ KK ജോൺസൺ, ട്രഷറർ അഡ്വക്കേറ്റ് ഏബ്രഹാം മാത്യു പനച്ചുമൂട്ടിൽ, വർഗീസ് T. കുര്യൻ, ഷാഹുൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥി ലിബിൻ മത്തായി പ്രതിജ്ഞ ചൊല്ലി. 10 സ്കൂളുകളിൽ നിന്നായി 285 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്കും സ്തോത്ര പ്രാർത്ഥനയ്ക്കും റവറൻ മത്തായി ജോസഫ് നേതൃത്വം നൽകി. ഡിജിറ്റൽ പഠനത്തെ സഹായിക്കുന്ന എക്സെപ്ഷണൽ ലേണിംഗ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ടാബ് പഠന പരിപാടിയും ആരംഭിച്ചു. വൊക്കേഷണൽ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. വൊക്കേഷണൽ വിദ്യാർത്ഥികൾക്കായി വാങ്ങുന്ന പേപ്പർ കവർ നിർമ്മാണ മെഷീന്റെ ധാരണാപത്രം ചടങ്ങിൽ കൈമാറി. റവറൻ സാമുവേൽ സന്തോഷം, റവറൻ ബിനു തയ്യിൽ, ലാബു മാത്തുണ്ണി, ജോസഫ് മാത്യു, രാമപ്രസാദ് നടുവത്ത് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സഭ മുംബൈ നവജീവൻ സെന്ററിന്റെ 31ാമത് ദിനാഘോഷം അനുഗ്രഹീതമായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വിങ്സ് ബാൻഡ് ഗാനശുശ്രൂഷ നിർവഹിച്ചു. വിജി വെങ്കടേഷ് മുഖ്യ സന്ദേശം നൽകി. റവറൻ പ്രസാദ് മാത്യു, ഡയറക്ടർ റവറൻ KJ ഫിലിപ്പ്, ഡോക്ടർ ജോൺ മാത്യു, റവറൻ വർഗീസ് മാത്യു, ഡോക്ടർ ഉമ്മൻ ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു. റവറൻ ജോബിൻ ET ഏബ്രഹാം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ഷാലോം.